ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അമ്മ വന്നു കേട്ടോ. ഇന്നലെ അമ്മ പറഞ്ഞന്നൊക്കെ നമ്മുടെ കുട്ടികൾ ചെയ്തു നോക്കിയോ? ചെയ്തു നോക്കിച്ചാൽ നമ്മുടെ കുട്ടികളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. കമൻറ്റ് ചെയ്യണം നമ്മുടെ കുട്ടികൾ. പിന്നെ ഇന്ന് അമ്മ എന്താ പറഞ്ഞു തരണേ അറിയാം നമ്മുടെ കുട്ടികൾക്ക്. അമ്മ പണ്ട് കാലത്ത് നമ്മുടെ കാല് ചന്തം വയ്ക്കാൻ എന്താ ചെയ്തിരുന്നതെന്ന്. ഇപ്പോൾ ഉള്ളവരെന്താ ചെയ്യണമെന്ന് അമ്മയ്ക്ക് അറിയില്ല. അമ്മ പണ്ടേ ചെയ്തിരുന്നൊരു കാര്യം പറഞ്ഞു തരാം. അമ്മ ഇളം ചൂടുള്ള വെള്ളം എടുക്കുക. ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് അമ്മ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് പാരും. അന്ന് ഷാമ്പു ഒന്നുമില്ല കേട്ടോ മക്കളെ. അന്ന് ഈ ചീവയ്ക്ക പറഞ്ഞിട്ടൊരു കായുണ്ട്, ചീനിക്ക അങ്ങനെ പറയുന്നുണ്ട്. ആ കായ നമുക്ക് സ്വർണം കഴുകാനും അത് നല്ലൊരു പത വരും, താളിക്കും ഒക്കെ നല്ലതാണത്. അന്ന് നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടായിരുന്നു അതിന്. ചിലവരതിന് ചീനിക്ക പറയുന്നുണ്ട്, ചിലവർ ചീവയ്ക്ക പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. അമ്മ ചീനിക്ക എന്നാണ് പറയണത്, ചീനിക്കപ്പൊടിന്ന് കേട്ടോ. സ്വർണവും കഴുകലുണ്ട് അവിടെ. അതുകൊണ്ട് അപ്പോൾ അമ്മയൊക്കെ എന്ത് ചെയ്യുന്നത്, അന്നൊരു 4 കായ കുത്തിച്ചാച്ചിട്ട് ആ വെള്ളത്തിലിടും. അപ്പോൾ അതിനൊരു ചെറിയ പത വരും, ഇളം ചൂടുള്ള വെള്ളത്തിൽ. പിന്നെ അതിൽ അമ്മ ചെറുനാരങ്ങയുടെ ഒരു മുറി, അമ്മ അങ്ങനെയാണ് ചെയ്തിരുന്നത്, ചെറുനാരങ്ങയുടെ ഒരു മുറി അതിൽ പിഴിഞ്ഞ് പാരുക. എന്നിട്ട് അമ്മ ഒരു 10 മിനിറ്റ് ഇങ്ങനെ കാലയിലിട്ട് വെക്കും. 10 മിനിറ്റ് കാല് ഇട്ട് വെച്ചാൽ കാല് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കാണപ്പെടും. നല്ല സോഫ്റ്റാവും കാല്. ആ സമയത്ത് നമ്മൾ ആ വെള്ളത്തിൽ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട്, അമ്മയൊക്കെ ചെയ്യുക എന്താണെന്നറിയാം, ചെറിയൊരു ഡവറ അതിൽ കവുത്തി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കാലിങ്ങനെ വയ്ക്കും. എന്നിട്ട് നമ്മളെ ഷർട്ടിൻ്റെ കോളർ കഴുകണ ബ്രഷ്, അതല്ലെങ്കിൽ നമ്മളെ ചകിരി ഉണ്ടല്ലോ, തേങ്ങയുടെ ചകിരി, ചകിരിയുടെ മൂട് ഭാഗം നമ്മൾ ചെത്തി കൊണ്ടുവരിക. എന്നിട്ട് അതുകൊണ്ട് കാല് നന്നായിട്ട് ഇങ്ങനെ ഉരക്കിയായിരുന്നു അമ്മ ചെയ്തിരുന്നത്. പിന്നെ ചിലപ്പോൾ പിന്നെ ആ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വിരലൊക്കെ അങ്ങനെ കഴുകണ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അമ്മ എന്ത് ചെയ്യുമെന്നറിയോ, ചെറുപയർ പൊടി ഇല്ലേ, ചെറുപയർ പൊടി കൊണ്ട് കാല് നന്നായിട്ട് തേച്ചിട്ട് വൃത്തിയാക്കും. അപ്പോഴും അമ്മ ഈ ചകിരി കൊണ്ടോ അല്ലെങ്കിൽ ഷർട്ട് കഴുകണ ബ്രഷ് കൊണ്ടോ രണ്ടും മാറി മാറി ഉപയോഗിക്കും അമ്മ. എന്നിട്ട് നന്നായി കാല് കഴുകും. നഖത്തിൻ്റെ ഉള്ളിൽ അമ്മ എന്താ ചെയ്യുക വെച്ചാൽ, അതും ഈ ചകിരിയുടെ ഒരു ഭാഗമാണ്. അന്നൊന്നും ബ്രഷ് ഇല്ല കുട്ടികളെ. അമ്മയൊക്കെ ഉമിക്കരി കൊണ്ട് പല്ല് വെച്ചിരുന്നൊരു കാലം. ഉമി നമ്മൾ തവിടൊക്കെ തരിച്ചിട്ട ഉമി ഉണ്ടാവും വീട്ടിൽ. അത് ചട്ടിയിലിട്ട് വറുക്കുകയാണ് അമ്മ. അപ്പോൾ അത് കറുത്ത കളറുള്ളൊരു സാധനമായി കിട്ടും. അത് മിക്സിയിലിട്ടിട്ടാണ് ഇപ്പോൾ പൊടിക്കണമെങ്കിലും പണ്ട് അമ്മ ഉരലിലിട്ട് കുത്തും. ഉപ്പും കുരുമുളകും കൂട്ടിയിട്ട് നന്നായി കുത്തി നൈസ് പൊടിയാക്കി പാത്രത്തിൽ വെക്കും. അങ്ങനെയാണ് ആ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോഴാണ് നമ്മൾ കോൾഗേറ്റ് ബ്രഷൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ തേക്കുന്നത്. അന്നൊക്കെ ഉമിക്കരിയൊക്കെയാണ് നമ്മൾ തേക്കുക. അപ്പോൾ നമ്മൾ കാലിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെറുപയർ പൊടിയൊക്കെ നട്ട് നന്നായി തേച്ചതിന് ശേഷം ഈ ചകിരിയുടെ മൂടുകൊണ്ട് ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കി കാലിൻ്റെ നഖമൊക്കെ നമ്മൾ ചകിരിയുടെ മൂടുകൊണ്ട് തന്നെ ഉരച്ച് വൃത്തിയാക്കി. അങ്ങനെ കാല് നല്ല സുന്ദരമാവും. വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ കുളിമുറിയുടെ അന്ന് കുളിമുറിയൊന്നുമല്ലല്ലോ, നമ്മൾ കുളത്തിലേക്കല്ലേ കുളിക്കാൻ പോകണം. ആ സമയത്ത് നമ്മൾ തിരുമ്മണ കല്ലുണ്ടാവും. ആ കല്ലുമ്പിൽ വെച്ച് നന്നായിട്ട് ഉരയ്ക്കുക. അതിൽ സോപ്പ് കൂട്ടണില്ല കേട്ടോ. സോപ്പ് കൂട്ടിയാൽ നമ്മൾ കാല് പറപറാന്നാവുന്നുണ്ട്. നമ്മൾ ഈ കല്ലുമ്പിൽ മാത്രം കാല് നന്നായി ഉരയ്ക്കുക ആ കാലത്ത്. ഇപ്പം അതിന് പകരം ഈ ബ്രഷ് കൊണ്ട് തന്നെ ഉരയ്ക്കും. നമ്മളെ കുളിമുറിയിലെ കല്ലൊക്കെ ഇത്തിരി താഴ്ത്തിയിട്ടല്ലേ കുട്ടികളെ പതിച്ചണത്. അതിമ്പിലൊക്കെ എങ്ങനെ നമ്മൾ കാലുരയ്ക്കണത്? നമ്മൾ മുരിക്കക്കുത്ത വീഴുമെന്ന് പൊന്തിച്ചിട്ടാണെങ്കിൽ നമുക്ക് കാലൊന്ന് പൊന്തിച്ച് വരയ്ക്കാം അല്ലേ? അപ്പോൾ ഇപ്പോൾ അമ്മ പറയണ പോലെ നിങ്ങൾ ചെയ്തോളൂ. ചെറുനാരങ്ങ പിഴിയുക. പിന്നെ ഇപ്പോൾ ചീവയ്ക്കപ്പൊടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ചീവയ്ക്ക? ഇല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുമ്പോൾ നമ്മൾ തേക്കണ ഷാമ്പു ഉണ്ടാവില്ലോ, അത് ഒരു ലേശം കാലിന് അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു ലേശം ഷാമ്പു പിഴിഞ്ഞോളും ചൂടുവെള്ളത്തിൽ. എന്നിട്ട് നന്നായിട്ട് ഇളം ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വെച്ചോളൂ. എന്നിട്ട് നിങ്ങൾ ഈ കാലൊരയ്ക്കണ ബ്രഷൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ അല്ലേ. പണ്ടത്തെ കാലം പോലെ ചകിരി വെട്ടൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് നന്നായി പയറുപൊടിയോ ചെറുപയർ പൊടിയായാലും വേണ്ടില്ല, നമ്മളുടെ കടലപ്പൊടി ആയാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല. ഒന്നും നമ്മളെ കാലിന് അതൊന്നും വിരോധമില്ല. അതുകൊണ്ട് നന്നായി നമ്മളെന്ത് ചെയ്യുക, തേച്ച് ഈ ബ്രഷ് കൊണ്ട് നന്നായി ഉരച്ച് കളഞ്ഞ്. പിന്നെ നഖത്തിന് പണ്ടൊക്കെ അമ്മ വെറും ചകിരി കൊണ്ടേ പറയണില്ലേ. ഇപ്പം നിങ്ങൾക്ക് സുഖമല്ലേ മക്കളെ, കോൾഗേറ്റ് അല്ലേ, പണ്ട് ഉമിക്കരിയല്ലേ, ഇപ്പോൾ കോൾഗേറ്റ് ഉണ്ടല്ലോ. കോൾഗേറ്റ് കുറേശ്ശെ നഖത്തിന് നിങ്ങൾ തേച്ചോളൂ കേട്ടോ. നമ്മൾ പഴയ ബ്രഷ് ഉണ്ടായില്ലേ, പല്ല് തേച്ചിട്ട് ഉപേക്ഷിച്ച ബ്രഷ്, അതെടുത്ത് നഖം നന്നായിട്ട് തേച്ച് വെക്കുക. നല്ല വൃത്തിയുള്ള നല്ല സുന്ദരമായ കാല് കിട്ടും. അത്രയൊക്കെ ചെയ്താൽ മതി. നിങ്ങൾ എന്തിനാ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കുറേ പൈസ ഒക്കെ ചിലവാക്കണം? പിന്നെ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലോ
അല്ല സാദാ വെളിച്ചെണ്ണ എന്തൊക്കെ നിങ്ങൾ തലയിൽ തേക്കണ എണ്ണ ആയാലും വേണ്ടില്ല. കയ്യിലുമ്പിൽ നന്നായി ചൂടാക്കിയിട്ട് കാല് പതുക്കെ മസാജ് ചെയ്ത് നോക്കാം. സുന്ദരമായ കാല് കിട്ടും. ഓക്കെ, അപ്പോൾ പറഞ്ഞ ടിപ്പൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ ആരൊക്കെയാണ് ചെയ്തിട്ട് ആരൊക്കെയാണ് ചന്തള്ള കാല് കിട്ടി അതൊക്കെ അമ്മോട് പറയണം. ഓക്കെ, പിന്നെ കമൻറ്റ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അമ്മയെ ഒപ്പം കൂട്ടണം യൂട്യൂബ് കുടുംബത്തിലേക്ക്. ഓക്കെ, എങ്കിൽ അമ്മ നാളെ കാണുമായിരിക്കും. ബൈ.